കഴിഞ്ഞ തവണ മുട്ടത്തോട് പൊടിച്ചുണ്ടാക്കാൻ ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടു. മോട്ടാർ ആൻഡ് പെസിൽ നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്ന പോലത്തെ ഇവിടെ ഉണ്ടായിരുന്നു, അതെടുത്ത് പൊടിച്ചു. പക്ഷേ കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ശരിക്കും കഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഒരു യൂട്യൂബ് വ്യൂവർ പറഞ്ഞു തന്നത് വളരെ എളുപ്പത്തിൽ മിക്സി ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കണ മിക്സി ഉപയോഗിക്കാൻ കിട്ടൂലല്ലോ. അപ്പോൾ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഒരു പഴയ മിക്സി എവിടെയോ ഇരിക്കുന്നുണ്ടായിരുന്നു, തപ്പിയെടുത്തുകൊണ്ടുവന്നു. പക്ഷേ നന്നായിട്ട് വർക്ക് ചെയ്യണതാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ബ്ലേഡിന് എന്തോ മൂർച്ച കുറവാന്ന് പറഞ്ഞു. അപ്പോൾ ആ യൂട്യൂബ് വ്യൂവർ അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുട്ടത്തോട് പൊടിക്കുകയാണെങ്കിൽ ബ്ലേഡിന് മൂർച്ച കൂടും. ഏതായാലും ഇപ്പോൾ ഇത് മൂർച്ച കൂട്ടിയിട്ട് ഇനി തിരിച്ച് കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഇതിന് തന്നെ ഇരിക്കട്ടെ. എന്തായാലും ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ സംഭവം കഴിഞ്ഞു. ആദ്യം മോട്ടാർ ആൻഡ് പെസിലിനെ കൊണ്ട് ഉണ്ടാക്കിയേക്കാട്ടും നല്ല ഫൈൻ ഡസ്റ്റായിട്ട് കിട്ടുകയും ചെയ്തു. പിന്നെ അതിന് ചെറിയ മണമൊക്കെ വന്നിട്ടുണ്ട്. ഈ കക്ക നീറ്റാൻ പോണോടത്ത് ഉണ്ടാകുന്ന ആ ഒരു മണമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തിള് പണ്ട് വാങ്ങിക്കാൻ പോകുമായിരുന്നു, ആ ഒരു ചെറിയ മണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചൂട് കൊണ്ട് കാൽസ്യം ഓക്സൈഡായിട്ട് മാറിയിട്ടുണ്ടോയെന്നൊരു സംശയമുണ്ട്, കാൽസ്യം കാർബണേറ്റ്. അപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ വെള്ളരിക്ക് വിളവുണ്ടാവാൻ സഹായിക്കും എന്നുള്ളതുകൊണ്ട് അതിനവിടെ കുറച്ച് കുമ്മായാണ് പറഞ്ഞിരിക്കണേ. പക്ഷേ കുമ്മായത്തിന് പകരം ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതാണ് ഇന്നലെ കൂമ്പ് നുള്ളിയ വെള്ളരിച്ചെടി. കൂമ്പ് നുള്ളി കഴിഞ്ഞിട്ട് അതിൻ്റെ പാർശ്വങ്ങളിൽ ചെറിയ പൂവിന് ഞാൻ തോന്നുന്നുണ്ട് അത് പക്ഷെ കണ്ടിട്ട് കായുള്ള പൂവല്ല, വേറെ കായില്ലാത്ത പൂവാണ്. ഇനിയിപ്പോൾ പുതിയ സൈഡിൽ വള്ളി ഉണ്ടാവുമെന്നും ആ വള്ളികളിൽ കായുള്ള പൂ ഉണ്ടാവുമെന്നൊക്കെയാണ് വായിച്ച് കേട്ടത്. അപ്പോൾ അതുകൊണ്ട് അതാണ് പഠിത്തം. ഇതിപ്പോൾ ഈ ചെറിയ പൊടി ആയതുകൊണ്ട് കുറച്ച് വെള്ളം നനച്ചപ്പോൾ തന്നെ നല്ലോണമൊക്കെ അന്ന് മണ്ണിൽ കലർന്നിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ നമ്മളവിടെ കണ്ടത്. മൊത്തത്തിലിട്ട് കൊടുത്ത പൊടിയല്ല കണ്ടത്. പിന്നെ കുറേ ദിവസമായിട്ട് മടി പിടിച്ച് വെച്ചുകൊണ്ട് കുറേ മുട്ടത്തോടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ കുറേ പൊടിച്ച് കിട്ടിയപ്പോൾ പിന്നെ തക്കാളി തൈകളൊക്കെ കണ്ടു. അപ്പോൾ അതിനൊക്കെ ഇട്ട് കൊടുത്തു. പക്ഷേ എത്ര ഇടണം എന്നുള്ള കണക്കറിയില്ല, അതുകൊണ്ട് ഒരു കണക്കിലങ്ങ് ഇട്ട് കൊടുത്തു. പിന്നെ കായ്ച്ച് വെക്കണ തക്കാളി ചെടികളുണ്ട്, മുളകുണ്ട് കായ്ച്ച് വെക്കണത്, അതിലൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഇട്ട് കൊടുത്തു. ഇവിടെയൊക്കെ പിന്നെ വലിയ ചെടിച്ചട്ടി ആയതുകൊണ്ട് സ്വല്പം വെള്ളം നനച്ചപ്പോഴേക്കൊക്കെ ഏകദേശം ആ മണ്ണിൽ കലർന്നിട്ടുണ്ട്. മണ്ണിൽ കലർത്താനാണ് പറയുന്നത്. ഇത് പിന്നെ അത് അടിവെള്ളമായിട്ടാണ് പറയുന്നത്. അത് മുട്ടത്തോടല്ല, ശരിക്കും കുമ്മായാണ് പറയണത്. എന്തായാലും മുട്ടത്തോട് ഈ ചെടികൾക്കൊക്കെ ഉപയോഗമുള്ളതായിട്ട് മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് അത് ഉപയോഗിക്കാൻ പോവുകയാണ്. എല്ലാ കയ്യിലുള്ള എല്ലാ ആവനാഴിയിലെ എല്ലാ അമ്പുകൾ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം നമുക്ക് കിട്ടുന്ന വിവരങ്ങളൊക്കെ പരീക്ഷിക്കുക. എന്നാലും എങ്ങനെയെങ്കിലും ഇവിടേക്ക് ഒന്ന് കുറച്ച് കായ പിടിക്കട്ടെ. അപ്പോൾ ഈ മുളകൊക്കെ അത്യാവശ്യം കായ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. സാധാരണ ഇവിടെ ഒന്നിനും കായ ഉണ്ടാവാറില്ല. പിന്നെ ആ ലെയറിങ് ചെയ്ത മത്തൻ്റെ ചട്ടിയിലും കുറച്ചിട്ട് കൊടുത്തു. എന്നിട്ട് വെള്ളം ഒഴിച്ചപ്പോൾ അതൊക്കെ ഒന്ന് പരന്നു. ഈ കാണുന്ന മുന്തിരിവള്ളിയാണ്, അതിൻ്റെ മുകളിലേക്കാണ് മത്തൻ പടർത്തിയിരിക്കണത്. മത്തൻ്റെ ഇല അതിൻ്റെ ഇടയിൽ കൂടെ നോക്കിയാൽ കാണാം, പക്ഷേ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാൻ. കാരണം ഇല വളരെ സാമ്യമുണ്ട് മുന്തിരിയും മത്തനൊക്കെ. ഇതൊക്കെ കാണുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട്. അതാരും മത്തൻ്റെ വള്ളി പോകണതാണ്, ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ അതിന് പൂവൊക്കെ ഉണ്ടായിരുന്നു അടുത്ത ദിവസം. പൂ കൊഴിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് അറിയില്ല. അല്ലെങ്കിൽ വലിയ പൂ കണ്ടാൽ പിന്നെ വലിയ മഞ്ഞ പൂ കണ്ടാൽ അത് മത്തനാണെന്നുള്ള പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ ഈ കാണുന്നത് മിക്കവാറും മുന്തിരി വള്ളികളാട്ടോ.